അതേ അപ്പോൾ ഒരു ബിയർ കളിക്കുന്ന വഴിയാണ് നമ്മൾ നമ്മളെ ഫ്രണ്ടിലായിട്ട് എടുത്തിട്ട് പോകണ്ടാണ് നമ്മൾ ഞെക്കി പിടിച്ചിട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടാണ് കില്ലിങ് കാര്യങ്ങൾ നൈസായിട്ട് കൺഫേം കിട്ടിയത്. എന്നിട്ടാണ് ലൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മളൊരുത്തം BSK കുത്തി പിടിച്ച് ഞാൻ കൊന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിവെഞ്ച് എടുക്കാൻ വേണ്ടി അവിടെ തന്നെ ഇറങ്ങി നമ്മളെ ടീമിന് സപ്പോർട്ടും കൂടെ കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമ്മളെ ടീമിൻ്റെ അടുത്തൊരു ഇരിപ്പുണ്ട്. അവനെ നമ്മൾ കുത്തി പിടിച്ചിട്ട് കുമ്മനെ നോക്കിയിട്ടുണ്ട്. കുമ്മനടിയായിരുന്നു, കുഴപ്പമില്ല. നമ്മൾക്ക് രണ്ട് കില്ലിങ് കാര്യങ്ങൾ ഫൈനായിട്ട് ഫിനിഷ് ആക്കിയിട്ട് നമ്മൾ ഫൈറ്റ് എടുത്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളങ്ങ് ചത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടീമേറ്റ് നമ്മളെ വീണ്ടും റിവ്യൂ ചെയ്തത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ തന്നെയാണ് വന്ന് ഇറങ്ങിയത്, ഇവിടെ അല്ല വേറെ സ്ഥലത്താണ് ഇറങ്ങിയത്. അപ്പോൾ നോക്കിയപ്പോൾ ഒരുത്തൻ അവിടെ പറഞ്ഞു അവൻ ഗ്ലൂവായിട്ട് രക്ഷപ്പെട്ട്. അപ്പോൾ ഞാൻ നോക്കി വിപ്രത്തോടെ ഒരുത്തൻ പറഞ്ഞു. അപ്പോൾ അവൻ നമ്മൾ കുത്തി പിടിച്ച് കഴിഞ്ഞാൽ ബാക്കി കൂടെ കൂടെ വന്ന് രണ്ടുപേരും കൂടെ നമ്മളവൻ കുത്തി പിടിച്ച് കൊന്നിട്ടുണ്ട്. ടീമേറ്റ് വീണ്ടും വെക്കിയപ്പോൾ എനിമിയോടെ തന്നെ കഴപ്പാണിച്ച് ഇറങ്ങി. അവൻ്റെ ഒന്ന് വാടി കൊണ്ട് വന്ന് ചാവുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ വീണ്ടും അവിടെ തന്നെ പ്രതികാരം വീട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ടീമിന് വള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നോക്കിയപ്പോൾ അവൻ ഓടി പറഞ്ഞു. അവൻ നമ്മളെ കുത്തി പിടിച്ച് നോക്കിയിട്ടുണ്ട്. കുമ്മനടിയായിരുന്നു നയിച്ചു. എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മളെ വീണ്ടും അവനെ കൊന്നങ്ങ് ഇട്ടിട്ടുണ്ട്. റിവഞ്ചായല്ലോ. എന്നിട്ട് ഞാൻ ഈ പാറ സൈഡിലോട്ട് നോക്കിയപ്പോൾ അവിടെ എടുത്ത് ഇരിക്കണേ. അപ്പോൾ കുറച്ച് ഡാമേജ് എടുത്താൽ തന്നെ അവൻ കിട്ടിയിട്ടുണ്ട്. കുമ്മനടിയായിരുന്നു, ഒരു കില്ല് കിട്ടിയ പാവം. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് നമ്മൾ ടീമിന് ഫൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എന്നിട്ട് ആ മണ്ടയിലോട്ട് കയറിയപ്പോൾ നമുക്കൊരു നല്ല ഡാമേജ് വന്നു. വള്ളിക്കാരനുണ്ട് HP കൂടി. പിന്നെ അവനെ കുത്തിപ്പിടിച്ച് നോക്കിയൊക്കെ അവൻ സോണിയായി ഡിമിട്രി ആയി. പിന്നെ അവനെ കില്ല് എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഒരുത്തം വന്നപ്പോൾ അവനെ ഞാൻ കുത്തി പിടിച്ച് നോക്കും കാര്യങ്ങളും കില്ലും കാര്യങ്ങൾ ഞാൻ ഫിനിഷ് ആക്കിയിട്ട് നമ്മളെ ടീമിനെയും കൂടെ പോയി അങ്ങ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. നമ്മൾ കപ്പിൽ വെച്ച് ഹെൽത്തും ഫുള്ളായി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ കുറച്ച് നേരം ഇവിടെ കുറച്ച് ഇരുന്നപ്പോൾ തോരുത്താൻ പറ്റും. അവന് കുത്തി പിടിച്ച് നല്ല ഡാമേജും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കില്ലും കാര്യങ്ങളും നോക്കിയിട്ടപ്പോൾ നമ്മളെ ബാക്കിൽ നിന്ന് അടിച്ചങ്ങ് കൊന്നിട്ടുണ്ട്. എന്താ അവസ്ഥയല്ലേ. പിന്നെ നമ്മളെ ടീമേറ്റ് വീണ്ടും വയ്ക്കുമ്പോൾ നമ്മൾ ഈ മെയിൻ സ്ഥലത്താണ് വന്ന് ഇറങ്ങിയത്. അവിടെ നിന്ന് ലൂട്ടും കാര്യങ്ങളും സെറ്റാക്കി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ 1 ഫൈറ്റ് നമുക്ക് ഒരു കില്ല് ഓസി കിട്ടിയ വീണ്ടും. ഇത് നല്ല ഫാലുള്ള ഓസാണ്, എല്ലാ കില്ലും ഓസി കിട്ടുന്നത്. പിന്നെ നമ്മളെ ടീമിനെ അവിടെ നിന്ന് റിവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടീമിനെ റിവൈവ് ചെയ്ത് താഴോട്ട് ചാടാൻ പോയപ്പോൾ നമ്മളാരും അടിച്ചങ്ങ് ഞാൻ പെട്ടിയാക്കി കിട്ടിയിട്ടുണ്ട്. എന്താ അവസ്ഥയല്ലേ. പിന്നെ നമ്മൾ പറന്നിറങ്ങിയപ്പോൾ നോർത്ത് നെറ്റിലാണ് പറയുന്നത്. അവനങ്ങ് കുത്തി പിടിച്ച് നോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ട് കില്ലും കാര്യങ്ങളും നൈസായിട്ട് ഞാൻ കൺഫേം ആക്കി. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ഒരു ഫുൾ ടീം അവർ നമ്മളങ്ങ് അടിച്ച് പെട്ടിയായിരുന്നു. പിന്നെ നമ്മളെ ടീമേറ്റ് ഉണ്ടായിരുന്നു. ഞാൻ വണ്ണിയാണ് സിറ്റുവേഷൻ ആയിരുന്നു. ടീമേനെ എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളാണെങ്കിൽ സ്പെക്ട് ചെയ്തിട്ട് പറഞ്ഞുണ്ട് എടാ ചത്തെടുക്കല്ലേ വണ്ണിയാണ് എളുപ്പത്തിൽ എടുക്കുക. എന്നിട്ട് അവൻ വെളിയിലോട്ട് ഇറങ്ങിയത് വേറൊരു അവനെ കൊന്ന് ബുയ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ മാസ്റ്റർ ലാബിയായിരുന്നു കുറച്ച് പ്ലസ്സും കിട്ടിയപ്പോൾ ബൈ.